പ്രവൃത്തിയായിരിക്കും നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ അവിടെ എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത്? എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കർത്തവ്യങ്ങൾ എന്താണ് എന്ന് ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ച് ആ കർത്തവ്യങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ നോമ്പ് കാലത്ത് കർത്താവ് നമ്മോട് എന്താണ് പറയുന്നത്? ഈ നോമ്പ് കാലത്ത് മുഴുവൻ ഉപവാസവും ധ്യാനവും പ്രാർത്ഥനയും നിത്യാരാധന ചാപ്പലിൽ മുടങ്ങാതിരുന്നുള്ള നിത്യാരാധന ചാപ്പലിലെ പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴികളും കൊന്ത നമസ്കാരങ്ങളും 6-7 കുർബാനകൾ പറ്റുമെങ്കിൽ വിവിധ ധ്യാന മന്ദിരങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാമായി പോയി നടത്തണമെന്നും എവിടെയൊക്കെ കൺവെൻഷനും ധ്യാനവും നടക്കുന്നുണ്ടോ അവിടെയെല്ലാം പോയി ഇന്ന് പ്രാർത്ഥിക്കണമെന്നും എവിടെയൊക്കെ ധ്യാന മന്ദിരങ്ങളുണ്ടോ അവിടെയെല്ലാം 5 ദിവസത്തെയും 7 ദിവസത്തെയും പ്രാർത്ഥനകൾ പങ്കെടുക്കണമെന്നും എവിടെയെല്ലാം കൺവെൻഷൻ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം കസേരയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നും ഒക്കെയാണോ കർത്താവ് ഈ നോമ്പ് കാലത്ത് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, പള്ളിയുടെ ഇടവികാരിച്ചും പറഞ്ഞിട്ടുണ്ട് ധ്യാനത്തിന് ചെല്ലണമെന്ന്. പരസഹായമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ലാത്ത വൃദ്ധര് വികാരിയുടെ വാക്ക് കേട്ട പള്ളിയിലേക്ക് പോകണമോ? അവിടെ പിതൃജ്യോതിക്കാരുണ്ട്, അല്ലെങ്കിൽ മാതൃജ്യോതിക്കാരുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഒരു ഇന്നോവ കൊണ്ടുവന്നിട്ട് ആ ഇന്നോവയെ കയറ്റി ആ ധ്യാനത്തിലേക്ക് വരാമെന്ന് പറയാമെങ്കിൽ വേണമെങ്കിൽ പോകാം. അല്ലാതെ ഇദ്ദേഹം ഇറങ്ങി തിരക്കുള്ള വഴികളിലൂടെ, അല്ലെങ്കിൽ ഈ മുത്തച്ഛി അല്ലെങ്കിൽ ഈ മുത്തച്ഛൻ ഇറങ്ങി തിരക്കുള്ള വഴികളിലൂടെ ബൈക്കും ഓട്ടോയും എല്ലാം പായുന്നതിലൂടെ നടന്നു കയറി, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് തന്നെയാണെന്ന് വിചാരിച്ചു പള്ളിമുറ്റത്ത് പോയി ഇറങ്ങി ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഇതൊരു മോശത്തരമാണ്. ആ സ്ഥാനത്ത് വീട്ടിലിരുന്ന് ഇന്നത്തെ ആധുനിക സജ്ജീകരണം ഉപയോഗിച്ച് പോട്ടയിലെയോ മുരിങ്ങൂരിലെയോ വട്ടായിലച്ചൻ്റെയോ വാളമനാലച്ചൻ്റെയോ പൂവണ്ണത്തിലച്ചൻ്റെയോ ഒക്കെ ധ്യാനം നമ്മുടെ കട്ടയെ കിടന്നുകൊണ്ട് നമുക്ക് കേൾക്കാനും ധ്യാനിക്കാനും സാധിക്കും. ആ സ്ഥാനത്ത് ഈ റിസ്ക് എടുത്ത് വികാരിയുടെ വാക്ക് കേട്ട് പള്ളിയിൽ പോയി ധ്യാനിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അങ്ങനെ പള്ളിയിൽ ആളില്ലാതെ, ധ്യാനത്തിന് ആളില്ലാതെ, കൺവെൻഷന് ആളില്ലാതെ വിഷമിക്കുന്നുവെങ്കിൽ ഈ പ്രേക്ഷിതരായിട്ടുള്ളവർ വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് ഓരോരുത്തരെയും കയ്യെ പിടിച്ച് ധ്യാനത്തിൽ കൊണ്ട് ഇരുത്താനും തിരിച്ചു കയറ്റി വിടാനായിട്ടുമൊക്കെയുള്ള തീഷ്ണത കാണിക്കണം. അല്ലാതെ അവർ യാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിഷ്കളങ്കരായ മനുഷ്യര് ഈ നോമ്പുകാലത്ത് ധ്യാനിച്ചില്ലല്ലോ, ഉപവാസം നിന്നില്ലല്ലോ, പ്രാർത്ഥിച്ചില്ലല്ലോ എന്നോർത്ത് അവരുടെ മനസ്സിനെ കൂടുതൽ വ്രണിതമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതിലും ഒരു കരണത്ത് അടിക്കുന്നവന് മറുകരണം